സപ്താനുഷക്താന ശേഷകായ പ്രസദാന ശേഷാൻ ഔത്സുക്യമോഹാരിദാൻ ജഘാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. നമസ്കാരം. എന്തോ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് വ്യത്യാസമായിരുന്നേ. കഴിഞ്ഞ ആഴ്ചയിൽ മറ്റേ വിദ്യാരംഭം മഹാനവമിയൊക്കെ ആയതുകൊണ്ടാണ് ഒഴിവായത്. ഇന്നലെ ഇവിടെ വലിയൊരു ഉരുളി വാർപ്പായിരുന്നു രാത്രിയൊക്കെ ആയിട്ട്. അവിടെ കുറെ സമയം കാസ്റ്റിംഗ് ഒക്കെ, വാർപ്പ് ഉരുളി ഒന്ന് വലിയ ബ്രോൺസിന്റെ. അഷ്ടാംഗഹൃദയത്തില് നമ്മള് എത്തിയിരിക്കുന്നത് ദ്രവദ്രവ്യാദി വിജ്ഞാനിയും 5-ാം അധ്യായം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോ സബ്ജക്റ്റ് ആയിട്ട് ചെയ്യാം. ആഹാരം, നിദ്ര തുടങ്ങിയത്. ഭക്ഷണത്തിലെ കാര്യങ്ങള് ആണ് കൂടുതൽ പ്രാധാന്യം വേണം തോന്നുന്നു. ഓരോ ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. ആഹാരം, ശയനം, അബ്രഹ്മചര്യം, ഈ 3 തൂണുകളാണ് താങ്ങി നിർത്തുന്ന ശരീരത്തിന്. അപ്പൊ അതില് ആഹാരത്തിനുള്ള പരമ പ്രാധാന്യം. ആഹാരമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. വൈവിധ്യമാർന്ന ആഹാരങ്ങളാണ്. മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താനാണ് ആഹാരം വേണ്ടത്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് ആഹാരം. ഒരു ജനിച്ചു വീണ ശിശു മുലപ്പാല് അതിൻ്റെ ആഹാരമാണ്. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് നിശ്ചയം ഉണ്ടാവും അവരുടെ ആഹാരത്തിൽ വരുന്ന വ്യതിയാനം ശിശുവിനെ ബാധിക്കും. ഒരു മുലയൂട്ടുന്ന അമ്മ അമിതമായ സ്പൈസി എരിവ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മസാല ഉപയോഗിച്ചാൽ കുട്ടിക്ക് വൈഷമ്യം ഉണ്ടാവും. നാം കഴിക്കുന്ന ആഹാരം മുലപ്പാലിനെ ബാധിച്ച് ശിശുവിനെ സ്വാധീനിക്കുന്നു. അത് ദൃഷ്ടാന്തമാണ്, പ്രത്യക്ഷാനുഭവമാണ്. ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിനെയും ബാധിക്കും, മനോഭാവത്തെയും ബാധിക്കും. അത് അമിതമാവാൻ പാടില്ല. ആഹാരം കുറയാനും പാടില്ല. ആ ഹിതവും മിതവുമായിട്ടുള്ള ആഹാരം. ഹിതം എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും കാലത്തിനും അവസ്ഥയ്ക്കും അനുയോജ്യമായത് എന്നർത്ഥം. മിതം എന്നതുകൊണ്ട് അതിൻ്റെ മാത്രയാണ്, ഡോസേജ്. സ്വാദിഷ്ടമായ ആഹാരമാണെങ്കിൽ ചില ആൾക്കാർ കൂടുതൽ കഴിക്കും. അതരുത്. എപ്പോ നമുക്ക് ഇനി വേണം തോന്നുന്നുവോ അപ്പം നിർത്തണം. നമ്മുടെ ആമാശയത്തിന്റെ പകുതിയാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നീക്കി വെക്കാവൂ. ആ പകുതിയുടെ പകുതി ജലം, 1/4 ഭാഗം ഒഴിച്ചിടണം.
അതാണ് ആയുർവേദം അനുശാസിക്കുന്ന രീതി. ഡോസേജ് മാത്രം. അതുകൊണ്ടാണ് ഭോജനം ഹീനമാത്രം ന ബലോപജയ ഓജസാം അതിമാത്രം പുനഃസർവാൻ ആശുദോഷാൻ പ്രകോപയത്. ഹീനമാത്രമായ ആഹാരം കൊണ്ട് ബലം കമ്മിയാവും, കുറയും, പരിണാമം കുറയും, ഓജസ് ക്ഷയിക്കും. അതിമാത്രം ആയിട്ടുള്ള ആഹാരം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ ദോഷങ്ങളും കോപിക്കും. ശാരീരികമായിട്ടുള്ള വാതപിത്ത കഫങ്ങളും മാനസികമായിട്ടുള്ള രജസ്തമസ്സുകളും കോപിക്കും എന്നർത്ഥം. അതിമാത്ര ഭക്ഷണം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മിതമായി കഴിക്കുന്നവരെയും ശ്രദ്ധിച്ചു നോക്കുക. അവരിൽ ഉള്ള മനോഭാവങ്ങള്, അവരുടെ സംസാര രീതി, ചിന്താരീതി, വൈകല്യങ്ങള്, മാനസികമായിട്ടുള്ള വിഷമങ്ങള്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അലസത, ഭീരുത്വം, പറഞ്ഞാൽ മനസ്സിലാവായ ചാപല്യങ്ങള്, കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള ശേഷിക്കുറവ്, പുണ്യപാപങ്ങളിൽ അവർക്ക് ഒരു സംബന്ധം ഉണ്ടാവില്ല. എങ്ങനെ വെച്ചാൽ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും അവർ പ്രകടമായി കാണാറുണ്ട്. മിതമായി കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സ്വഭാവത്തില് വിശേഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുക അവരുടെ ചിന്താരീതി, വിശാല മനസ്ഥിതി, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു വാസനയുടെ കുറവ്, ചീത്ത വാക്കുകൾ പറയാൻ അവർ കഴിയുന്നതും ചെയ്യില്ല, പരുഷമായി പെരുമാറില്ല. ഏകദേശം ഒരു 60% കൂടുതൽ സ്വാത്വിക ഭാവം കൈവരിച്ചിട്ടുണ്ടാവും അവർ. ഭക്ഷണം കുറച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ദേഹക്ഷീണം വരും, മെലിഞ്ഞുകൊണ്ടാവും. പിന്നീട് ഭക്ഷണം കഴിച്ചാലും ശരിക്കും അബ്സോർബ് ചെയ്യില്ല, പരിണാമം നടക്കില്ല, ഉപചയം നടക്കില്ല, ഓജസ് കുറയും. തുടർച്ചയായിട്ട് പട്ടിണി കിടക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചില മതവിഭാഗക്കാര് പകൽ പട്ടിണി കിടന്ന് രാത്രി കഴിക്കുന്നവരല്ല. അല്ലാതെ ചില സന്യാസിമാര് അവര് അനുസരിക്കുന്ന രീതി, അവരനുഷ്ഠിക്കുന്ന രീതികള്, അവരുടെ വിശ്വാസങ്ങള്, തൽഫലമായി അവരിൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങള്, ശ്രദ്ധിച്ചു കാണുമെന്നറിയില്ല. ഈ ജൈന വിഭാഗത്തിൽപ്പെട്ട കുറെ സന്യാസിമാര് അവര് വളരെ മഹത്തുക്കളാണ്, വളരെ മിതബുക്കുകളാണ്. അവരുടെ ചില അനുഷ്ഠാന ക്രമങ്ങളുണ്ട് ചെറുപ്പത്തിൽ. അവരിൽ ആരും
അമിത വണ്ണമുള്ളവരെ കണ്ടിട്ടില്ല സന്യാസിമാരിൽ, മറ്റ് സാധാരണക്കാരിലല്ല, ജൈന സന്യാസിമാർ. അത് ദിഗംബരനായാലും ശ്വേതാംബരനായാലും ഇഫ്താനക്കായാലും തേരാപ്പന്തായാലും ആരായാലും അവരുടെ ആഹാര രീതി, അവരുടെ ഭാഷണ രീതി, പെരുമാറ്റം വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. അവരുടെ സാമീപ്യം, അവരുടെ മഹത്തുക്കളുടെ സാമീപ്യം, അത്ര വലിയ സന്യാസിമാരുടെ അടുത്ത് നമ്മൾ പോയിരുന്നാല് ആ ഒരു പ്രഭാവം എന്ന് പറയും, അത് വളരെ ശ്രേഷ്ഠമാണ്. അവരുടെ ചില പവറുകള് നമ്മളിലേക്ക് ഒഴുകി വരും എന്നായി തോന്നും നമുക്ക്. പ്രഭാവം എന്നതിന് പറയാം, സാമീപ്യം കൊണ്ട്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ആഹാരത്തിൽ നിന്നാണ് അവര് തുടങ്ങുന്നത്. അവരുടെ ആഹാര രീതി ഒന്നിനെ ശരിവെക്കിയ കുറ്റം പറയല്ല, അതിനെ പഠിച്ചുകൊണ്ട് പറയുന്നതാണ്. അവര് സാധാരണഗതിയിൽ സാത്വിക ആഹാരം ശീലിക്കുന്നവരാണ്. ഭൂമിക്കടിയിലുള്ള കഴിക്കില്ല, പകൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, രാത്രി കഴിക്കില്ല. ലശുനം ഉപയോഗിക്കില്ല, പഴകിയ ഭക്ഷണം കഴിക്കില്ല, തൈര് ഉപയോഗിക്കില്ല. അങ്ങനെ കുറെ പ്രത്യേകത ഉണ്ട് അവർക്ക്. സന്യാസിമാരിൽ മാത്രം, സാധാരണക്കാരിലല്ല. അപ്പൊ അവർക്ക് അവരുടെ ഭക്ഷണത്തിന്റെ പരിണാമം ആയിട്ട് അത്തരത്തിലുള്ള മനസ്സ് ഡെവലപ്പ് ചെയ്യും. അവര് സാധാരണ ഒരു ക്രിമിനൽ മനോഭാവമോ മറ്റ് ദുഷ്ചിന്തകളോ ഒട്ടും തീണ്ടാത്തവരാണ്. എത്ര അവശരായാലും അവരുടെ മുഖത്ത് സ്മൈലിംഗ് ഫേസ് ആണ്, ദീനഭാവം കാണാറില്ല. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഭക്ഷണത്തിന്റെ സ്വാധീനമാണ്. മറ്റനുഷ്ഠാനങ്ങളേതോ എനിക്കറിയില്ല, ഈ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അനുഷ്ഠാനങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റില്ല, അത് ചില അനുഷ്ഠാനങ്ങളുടെ തീവ്രമായിട്ടുള്ളത് അറിയില്ല, അത് ഗോപ്യമാണ്. ഭക്ഷണത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് അവരിൽ ഉളവാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് വളരെ എക്സ്ട്രീമാണ്. നമുക്ക് സാധാരണക്കാർക്ക് അത്തരത്തിൽ വേണ്ട. ഏറെക്കുറെ രാത്രി ഭക്ഷണം ഒരു 9 മണി കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക, 9 മണിയുടെ മുൻപെങ്കിലും കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിട്ടുള്ള കഴിക്കുക, വല്ലാതെ മസാലയോ എരിവോ പുളിപ്പോ കഴിക്കാതിരിക്കുക, അതും മിതമായി കഴിക്കുക. ഇത്രയും ചെയ്താൽ മതി. ശുദ്ധ ആഹാരം ഹിതവും മിതവുമായി കഴിക്കുക എന്നാണ് അതിൻ്റെ ഒറ്റ ഭാഷ. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ഉളവാകുന്ന ശാരീരിക മാനസിക രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ആഹാരത്തിൽ ഇഷ്ടം ജനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആഹാരത്തിൽ നിന്നല്ല, ഒരു കാര്യത്തിൽ ഇഷ്ടം പാടില്ല. ഇഷ്ടം മൂലാനി ശോകാനീന. ഇഷ്ടം വന്നാൽ അവന് സങ്കടം ഉണ്ടാകും. രസമൂല ധ്രുവംഗതാഹ. രസം എന്നാല് ആഹാരത്തിലെ രസം, സ്വാദിഷ്ടമായ ആഹാരം. അതുകൊണ്ട് രോഗമുണ്ടാവും. ഗതാഹ എന്ന് പറഞ്ഞാൽ രോഗങ്ങള്. ലോഭമൂലാനി പാപാനി. അത്യാർത്തി വന്നാല് പാപകർമ്മങ്ങളിൽ ഏർപ്പെടും. അപ്പോ ഇഷ്ടം, ലോഭം, രസം, ഈ 3 എണ്ണത്തിന് നമ്മൾ ത്യജിക്കണം. ത്രിണി തെക്വാ സുഖീ, എന്നാൽ സുഖമായി മാറും
എന്നാണ് മറ്റു പല ആചാര്യന്മാരും അനുശാസിക്കുന്നത്. ആയുർവേദം ഇത് തന്നെയാണ്. അപ്പൊ ഭക്ഷണം എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രസങ്ങൾ എന്താണ്? രസമൂല ധ്രുവം ഗതാഹ എന്ന് പറഞ്ഞാല് ആഹാരത്തിന്റെ രസങ്ങളെ കൊണ്ട്, സ്വാദിഷ്ടമായ ആഹാരം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുമെന്നാണ്. അപ്പൊ ആ സ്വാദിഷ്ടമായ ആഹാരം കൊണ്ട് രോഗം വരുന്നത് നമ്മള് ഇഷ്ടത്തിന്റെ കൂടെ പോവുകയാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് മധുരരസം ഇഷ്ടമാണ്. പായസങ്ങൾ, പഞ്ചസാര പായസം, പാൽ പായസം, മധുര പലഹാരങ്ങൾ, ലഡു, ഇതൊക്കെ നിത്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി? അടിമയായാൽ. എന്നതുപോലെ തന്നെയാണ് മാംസബുക്കുകൾക്ക് മത്സ്യമാംസാദികളോ മുട്ടകളോ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അനേകം രോഗികൾ നിത്യവും കാണുന്നുണ്ട്. ഫ്രൈ ചെയ്ത മത്സ്യം അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത സാധനങ്ങള്, ചിക്കൻ, ഇതൊന്നും ഇല്ലാതെ അവർക്ക് വായ പൊളിയില്ല. അങ്ങനത്തെ കുഞ്ഞുങ്ങൾ വായ അങ്ങനെ സ്വഭാവം വരുന്നത് അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഒരു സ്വാധീനം തന്നെയാണ്. അല്ല തനിയെ അവർ ഡെവലപ്പ് ചെയ്യില്ലല്ലോ. അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് ആ സ്വാദുകൾക്ക് നമ്മൾ അടിമപ്പെടുന്നു, സ്വാദിന് അടിമപ്പെടുന്നു. അപ്പൊ നമുക്കത് സുഖമായി തോന്നും. അത്തരം ലഭിച്ചില്ലെങ്കിൽ അസുഖമായിട്ട് തോന്നും. അതാണ് നിസ്സുഖത്വം സുഖായച്ച. ഏതാണോ സുഖമായി തോന്നുന്നത് അതിനെ ഉപേക്ഷിക്കുക. ഏതാണോ ഇഷ്ടം അത് കുറയ്ക്കുക. ഏത് രസമാണോ നമുക്ക് രുചികരമായി തോന്നുന്നത് അത് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എല്ലാ രസങ്ങളും ഉൾപ്പെടണം ആഹാരത്തില്. ഷഡ്രസം മധുരപ്രായം. ഷഡ്രസങ്ങളില് പ്രായണ മധുരത്തിന് ആധിക്യം കൊടുക്കുക. മധുരത്തിന് ആധിക്യം കൊടുക്കുക പറഞ്ഞാൽ മധുര പലഹാരങ്ങളല്ല. ഇവിടെ മധുരം എന്ന് പറഞ്ഞാൽ നമ്മള് ധാന്യങ്ങൾ, സ്റ്റാർച്ചുള്ളത് പ്രായണ കൂട്ട്. ഗോതമ്പ്, അരി, നെയ്യ് നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്നതാണ്, വേണ്ടതാണ്. നെയ്യ് എന്നും ഉപയോഗിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്, അഷ്ടാംഗത്തിൽ. നിത്യം ഉപയോഗിക്കേണ്ട കാര്യങ്ങള്, നിത്യം ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങള്, ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ ഈ വരുന്ന അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോ ഏകദേശ രൂപത്തിൽ പറയുന്നു എന്ന് മാത്രം. ഈ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പൂർണ്ണ വിശദീകരണം തരും. ഇതിപ്പോ സബ് ഹെഡിങ് ആണ്. ഓരോ കാര്യങ്ങൾ അടിവരയിടാം. ഡോസ്, രസങ്ങള്, അരുതുന്നത്, അരുതാത്തത്, മിതമായി ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് ഉറക്കം. ഭക്ഷണം കഴിഞ്ഞ് ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാല് അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്താണ് ഉറക്കം? എന്താണ് സ്വപ്നം? എന്താണ് സുഷുപ്തി? എന്താണ് ജാഗ്രത? ഉറക്കം അമിതമായി സംഭവിക്കാനുള്ള കാരണം, ഉറക്കം ഒരു അമിതമായി വരുമ്പോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമ്മൾ ഉറങ്ങിയാൽ
പെട്ടെന്ന് നമ്മുടെ ക്ഷീണം മാറും. ശാരീരിക ക്ഷീണം അകറ്റാൻ ഉറക്കം കൂടിയേ കഴിയൂ. നമ്മൾ വാഗ്ഭടാചാര്യർ പറഞ്ഞിരിക്കുന്നത് നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം എന്നുവെച്ച ഇതെല്ലാം നിദ്രയിൽ അധിഷ്ഠിതമാണ്. സുഖം നിദ്രയിൽ അധിഷ്ഠിതമാണ്. ദുഃഖം, ഇവിടെ സുഖം എന്ന് പറഞ്ഞാല് നമ്മള് മലയാളത്തിലെ സുഖമായിട്ട് കണക്കാക്കാം. ശാസ്ത്രത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ സുഷ്ടുഖം ആണ് സുഖം. ദുഃഖം എന്ന് പറഞ്ഞാൽ സ്രോതസ്സുകളുടെ തടസ്സം. ദുഃഖം, ഖം എന്ന് പറഞ്ഞ സ്രോതസ്സുകള് എന്നർത്ഥം. ബ്ലോക്കാകല മനോവഹ സ്രോതസ്സുകളും രക്തവാഹ സ്രോതസ്സുകളും രസവാഹ സ്രോതസ്സുകളും ഒക്കെ തടസ്സം സംഭവിക്കുക. അതാണ് ദുഃഖം. തൽഫലമായിട്ട് പല രോഗങ്ങളും വരും. ഇപ്പോ സർവ്വവ്യാപിയായിട്ടുള്ളതാണ് ഹാർട്ട് ബ്ലോക്കേജ്, കൊറോണറി ആർട്ടറിക്കൊക്കെ വരുന്ന ബ്ലോക്കേജ്, അതുപോലെ പല സ്ക്ലീറോസിസുകള്, ചുരുങ്ങൽ, ഇതെല്ലാം ദുഃഖമാണ്. ഖം സ്രോതസ്. അത് സുഷ്ടുവായാൽ സുഖമായി, തുറന്നാൽ സുഖമായി. പുഷ്ടി, പകൽ ഉറങ്ങുന്ന ആൾക്കാർക്ക്, അമിതമായി ഉറങ്ങുന്ന ആൾക്കാർക്ക് സ്രോതോരോധം കൂടും, ദുഃഖം കൂടും. പുഷ്ടി, അംഗപുഷ്ടി, അമിതമായി പുഷ്ടിപ്പെടും ശരീരം. സ്വപ്നപ്രസംഗാൽച്ച കൃശോ വരാഹൈവ പുഷ്യതി എന്നും പറയുന്നുണ്ട്. പകൽ കിടന്നുറങ്ങിയാൽ വരാഹം പോലെ തടിച്ചു പോകുന്നതാണ്. പന്നി പോലെ, വരാഹം എന്ന് പറഞ്ഞാൽ പന്നി, കൊഴുത്തു തടിച്ചു പോകും. കാർശ്യം, ഉറക്കമൊഴിച്ചാൽ തുടർച്ചയായിട്ട് ഒരു മാസക്കാലമൊക്കെ 2 മണിക്കൂറേ ഉറങ്ങുള്ളൂ എന്ന് വിചാരിക്കുക ദിവസത്തില്. അവന്റെ വെയിറ്റ് കുറയും, കാർശ്യം വരും, ബലം കുറയും, ദേഹബലം കുറയും. അപ്പൊ ബലത്തിനും അബലാവസ്ഥയ്ക്കും നിദ്ര പരമപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. വൃഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാതുക്കളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥ, പൂരിതമായ അവസ്ഥ എന്നർത്ഥമുണ്ട്. പിന്നെ ബീജങ്ങളുടെ സാമർഥ്യം കൂടും, ഇമ്പോർട്ടൻസി ഉണ്ടാവില്ല. ക്ലീബത, ക്ലൈബ്യം, നപുംസകത്വം. ഇപ്പോ പല പുരുഷന്മാരിലും സ്ത്രീകളിലും കാണാറുണ്ട് അവരുടെ ഓവുലേഷൻ കറക്റ്റ് അല്ല, സെമൻ കൗണ്ട് കുറവ്, പല ഇമ്പോർട്ടൻസി പുറത്ത്. അതുകൊണ്ട് ക്ലീബത എന്ന് പറയാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇപ്പൊ കൂടി വരികയാണത് ക്ലൈബ്യം. ജ്ഞാനം, അറിവ് എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി കുറവ് ഒന്ന്. പിന്നെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശേഷിക്കുറവ്. മനസ്സിൽ ഒരു കാര്യം വന്നു, വൈവിധ്യമാർന്ന ചിന്തകൾ ഉടലെടുക്കില്ല. ആ പഠിച്ചത് മാത്രമേ നമ്മളിൽ വരുള്ളൂ, അതല്ലാതെ സ്വന്തമായ ചിന്തകൾ വരില്ല. അതിനാണ് അജ്ഞാനം എന്ന് പറയാം.
ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ജീവിത രീതി, വൃഷത, ക്ലീബത, ജ്ഞാനം, അജ്ഞാനം, ജീവിതം. അകാല സമയത്ത് ഉറങ്ങാൻ പാടില്ല, അകാലത്ത് ഉറങ്ങരുത്. അകാലം എന്ന് പറഞ്ഞാല് ഇപ്പോ അത് എല്ലാവരും ഒരു 80-90% ആൾക്കാരും അകാലത്ത് ഉറങ്ങുന്നവരാണ്. ഇപ്പോ സൂര്യൻ ഉദിക്കും ഭൂമിയിൽ എല്ലാ ഭാഗത്തും, ആർട്ടിക് ഭാഗങ്ങൾ ഒഴിച്ച് ദിവസവും. സാധാരണ ദേശങ്ങളിൽ ജാങ്കലമായാലും ആനൂപമായാലും സാധാരണമായാലും ഈ 3 ദേശങ്ങളിൽ ആണ് ജനവാസമുള്ളത്. ധ്രുവപ്രദേശത്തൊക്കെ കാര്യം വേറെയാണ്. അപ്പോ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുൻപ് ഉണർന്നിരിക്കുന്നവര്, എഴുന്നേറ്റ് ഇരിക്കുന്നവര്, ജാഗ്രതയോടെ ഇരിക്കുന്നവര് വളരെ കുറവാണ്. ഒരു 7 മണി, 7:30 മണി, 6:30 മണി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നവരാണ് കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ. ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നത്, അവിടുത്തെ കാര്യം എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിൽ വിദേശങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബ്രിട്ടനിലൊക്കെ, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റേസ് എന്ന് പറയും. മേക്ക് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്, ഒരു പഴഞ്ചൊല്ല അവിടുത്തെ. അപ്പൊ ആ രാജ്യത്തുകൂടി ഉണ്ടായിരുന്നു നേരത്തെ എഴുന്നേൽക്കല്, പ്രഭാതത്തിൽ എഴുന്നേൽക്കല്, ഉണർന്നിരിക്കും, ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഇവിടെ നമ്മളതനുസരിക്കുന്നില്ല. ഇവിടെ എങ്ങനെ ലേറ്റ് ആയിട്ടാണ് അവർ കുട്ടികൾ കിടക്കണത്, രാത്രിയാണ് പണിയെടുക്കണത്, രാത്രിയാണ് അവരുടെ പഠിപ്പ്. അപ്പത്തിൽ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുകയാണ് 8 മണിക്കൊക്കെ. 8 മണിക്ക് പഠിച്ചാൽ പറ്റില്ലേ കുട്ടികൾക്ക്? അതില്ലല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. ഭാവി തലമുറകൾ തന്നെ നശിച്ചു പോകും. അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പൊ നേരിടുന്നത് ഇത്തരം ആൾക്കാരിലാ തോന്നുന്നു. IVF കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ള ആൾക്കാർക്ക്. രാത്രി മുഴുവൻ ഉറക്കൊഴിക്കും, അസമയത്ത് കഴിക്കും ഭക്ഷണം, യാതൊരു വ്യവസ്ഥയില്ല. എപ്പോ ചോദിച്ചാലും സൂമാണ്, മീറ്റിംഗ് ആണ്, അവർക്ക് ഇപ്പൊ ഒരു ഇതുണ്ട് എന്ന് പറയും, വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അത് എത്ര നാള് പോകും? ഏതാണ്ട് ഒരു ആരോഗ്യമുള്ള കാലം മൊത്തം ഒരു 10-40 വയസ്സ് വരെ അല്ലെങ്കിൽ 50 വയസ്സ് വരെ സാധിക്കുമായിരിക്കാം. അത് കഴിഞ്ഞ നിത്യരോഗിയായി ഔഷധങ്ങൾക്ക് അടിമപ്പെട്ടു. എന്താണ് നേട്ടം? വെറും സാമ്പത്തികമായ നേട്ടം തന്നെ കഷ്ടി ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. മറ്റു നേട്ടങ്ങളൊന്നുമില്ല. മാനസികമായിട്ടുള്ള വൈവിധ്യമാർന്ന രോഗങ്ങൾ എല്ലാം ഭൂരിപക്ഷവും കാണുന്നത് ഇത്തരം ആൾക്കാരിലാണ്. തൊഴിൽ വിട്ടാലും അവർക്ക് ആ ചര്യ വിടാൻ വയ്യ. പലരിപ്പോ തൊഴിൽ വിട്ടിരിക്കുന്നുണ്ട്, അവർക്കൊന്നും ആ ചര്യ വിടുവയ്യ. ഇത് പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്. പ്രത്യക്ഷ ദൃഷ്ടാന്തത്തിന്റെ ഫലമായിട്ട് പറയുന്നതാണ്. ഇതൊന്നും ഒരു പൊങ്ങച്ചം പറയുന്നതല്ല, അനുഭവത്തിന്റെ ഭാഗമാണ്. കേവലം യഥാസമയത്ത് ഭക്ഷണം കഴിക്കലും ഉറങ്ങലും ദിനചര്യ കുളിയും ഒക്കെ യഥാവിധി അനുസരിച്ച് വന്നാല് പ്രതിരോധശേഷി കൂടും, ഇമ്മ്യൂണിറ്റി കൂടും. സ്വയം നമുക്ക് നേരെ കിട്ടിയിട്ടുള്ള സഹജമായിട്ടുള്ള ബലമുണ്ടല്ലോ, അത് സ്വാത്വികത കൊണ്ട് വളരെ വൃദ്ധി പ്രാപിക്കും. സഹജം. ഈ ബ്രാഹ്മ മുഹൂർത്തം ഈ 3 മണി 3:30 രാവിലെ അമ്പലത്തിലൊക്കെ നട തുറക്കുന്നതും, ആ 3 മണി തൊട്ട് ഒരു 5:30-6 മണി വരെയുള്ള സമയത്തിന്റെ ഇമ്പോർട്ടൻസ്
എന്തെങ്കിലുമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടോ ഈ ബ്രാഹ്മ ഓ മുഹൂർത്തത്തിനെ പറ്റി? പറയാം. അഷ്ടാംഗഹൃദയത്തില് ദിനചര്യയില് പറയുന്ന ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ. ആയുസിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ലോങ്വിറ്റി, ദീർഘായുസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? രോഗം ഗ്രസിച്ച് നമ്മൾ മൃത്യു പ്രാപിക്കില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോ ആരോഗ്യപൂർണമായ ദീർഘായുസ് ആഗ്രഹിക്കുന്നവര് ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത്, ബ്രാഹ്മേ മുഹൂർത്തിൽ എഴുന്നേൽക്കണം എന്ന് തന്നെയാണ്. സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ. അപ്പൊ ആയുസിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് എല്ലാവരും ബ്രാഹ്മേ മുഹൂർത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും, പ്രതിരോധശേഷി കൂടും, യാതൊരുവിധ സാംക്രമികമായിട്ടുള്ളോ നിജമായിട്ടുള്ളോ ആഗന്ധമായിട്ടുള്ള രോഗങ്ങൾ വരില്ല. വെരി റയർ. ബ്രാഹ്മമുഹൂർത്തം എപ്പോഴാണെന്ന് രാത്രിക്ക് ഒരു പര്യായമുണ്ട്. ത്രിയാമി രജനി നിശ, അമരകോശാണ്. 3 യാമമാണ് ഒരു രാത്രി. ആ 3ാമത്തെ യാമം സരസ്വതി യാമം എന്ന് പറയും. ഒരു 12 മണിക്കൂറിനെ 3ആക്കി തിരിക്കുമ്പോൾ ഒരു ഭാഗം 4 മണിക്കൂർ വരും. അപ്പൊ അവസാനത്തെ യാമം തുടങ്ങുന്നത് 2 മണിക്കായിരിക്കും, സരസ്വതി യാമം. അതിൽ പ്രാതകാലത്തെ സന്ധ്യയും സായാഹ്ന സന്ധ്യയും മധ്യാഹ്ന സന്ധ്യയും കഴിച്ചാല് ഒരു 3 മണിക്കാണ് വരിക. 3, 3:15, 3:30 വരും. ആ സമയത്താണ് ശരിക്ക് നമ്മൾ അനുകരണീയമായിട്ടുള്ള ബ്രാഹ്മ മുഹൂർത്തം. ഒരു 3:30 മണി, അതല്ലെങ്കിൽ പോട്ടെ 4 മണിക്കെങ്കിലും എഴുന്നേറ്റ്, അതായത് സൂര്യോദയത്തിന് 2.5 മണിക്കൂർ മുൻപ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം സൂര്യോദയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സൂര്യോദയത്തിനെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഒരു 2.5 മണിക്കൂർ മുൻപ് ഉണർന്ന് നമ്മൾ ദിനചര്യയിൽ ഏർപ്പെട്ട് നിത്യോക്തിക്ക് കഴിഞ്ഞു വരണം. സൂര്യോദയത്തിന് 1/2 മണിക്കൂർ മുൻപെങ്കിൽ നമ്മൾ റെഡി ആവണം. ആ സമയത്ത് എന്തെങ്കിലും പഠിക്കുക, നേരത്തെ എഴുന്നേറ്റ് 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് സ്നാനം കഴിഞ്ഞ് ഒരു 4-4:30 ഒരു 5:30 വരെ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ഓർമ്മശക്തി കൂടും. സാധാരണ സമയങ്ങളിൽ 10 പ്രാവശ്യം വായിക്കേണ്ടത് അപ്പൊ 1 പ്രാവശ്യം വായിച്ചാൽ മതിയാവും. അതൊക്കെ അനുഭവസ്ഥരാണ്, പരീക്ഷിച്ചു നോക്കിയതാണ്. 1:55 ഉണർന്നിരുന്ന കാലം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ, വർഷങ്ങൾ. ഒരു 76 മുതൽ 1976 മുതൽ. അത് അലാറം വയ്ക്കൊന്നും വേണ്ട, തനിയെ ഉണരും. ഒരു നിർദ്ദേശം കൊടുത്താൽ മതി മനസ്സിലേക്ക്. എന്നിട്ട് രാവിലെ ആയിരുന്നു ദിനചര്യ. ഒരു 3 മണിക്ക് കഴിയും, സ്നാനമൊക്കെ കഴിയും. 3 മണിയാകുമ്പോഴേക്കും 3-3:15 ആകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞിരുന്ന് വായിക്കും, പഠിക്കും, സൂര്യോദയം ആവുന്ന വരയ്ക്കും. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വല്ല കാപ്പിയോ ചായ എന്തെങ്കിലും കഴിക്കും. പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം അടുക്കളയിലൊക്കെ കഴിക്കും. ഹോസ്റ്റൽ പഠിക്കുന്ന കാലത്തും ലോഡ്ജുകളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് അനുഭവമുള്ളതാണ്. അപ്പൊ ഒരു അറിവിന്റെ മുഹൂർത്തം എന്ന് പറയും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് അർത്ഥമുണ്ട്. അറിവിന്റെ മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം. പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ അറിവ് നമുക്ക് കൂടുതൽ കിട്ടുന്ന മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തമായിട്ട് കണക്കാക്കുന്നത്. അതാണ് ഈ അന്ത്യയാമത്തിന് ബ്രാഹ്മ മുഹൂർത്തം, സരസ്വതി യാമം എന്നെല്ലാം പേരിട്ടിരിക്കുന്നത്. സാരസ്വതമായിട്ടുള്ള ഒരു യാമമാണ് അവസാനത്തെ യാമം. അതാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം ഈ സമയത്ത് എഴുന്നേറ്റ് അവര് പൂജാദികൾ തുടങ്ങും, നിർമാല്യം മുതലായതൊക്കെ തുടങ്ങും. അത് ഓരോ വ്യക്തികൾക്കും അപ്രകാരം അനുഷ്ഠിച്ചു നോക്കിയാൽ ബോധ്യമാവും. അതിന്റെ പ്രത്യേകത പ്രത്യക്ഷമായിട്ട് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഒന്ന് മെനക്കെടണം. ഒരു 8-10 മാസം അപ്രകാരം ചെയ്തു നോക്കിയാൽ
മനസ്സിലാവും വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഈ അറിവിന്റെ മുഹൂർത്തം, ബ്രാഹ്മ മുഹൂർത്തം, ഉറക്കം കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് പിന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള മുഹൂർത്തമാണ്. രാവിലെ എല്ലാവർക്കും എനർജി കൂടും, ക്ഷീണം ഉണ്ടാവില്ല. വൈകുന്നേരത്ത് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും, വർക്ക് ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടാവും, വെയിൽ കൊണ്ടതിന്റെ ക്ഷീണം ഉണ്ടാവും. മറ്റത് ക്ഷീണം ഉണ്ടാവില്ല, വളരെ ഉന്മേഷം ഉണ്ടാവും രാവിലെ. അതാണ് ബ്രഹ്മ മുഹൂർത്തത്തിന്റെ പ്രത്യേകത. രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളതാണ് ഒരു ശരിയായ കാര്യം തോന്നുന്നുണ്ട്. 3:30 4 മണിയുടെ മുൻപായിട്ട് എന്ന് കൂട്ടിയാൽ മതി. പല ആചാര്യന്മാരും വൈവിധ്യമാർന്ന ഒരു അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. ഇപ്പോ മധ്യാഹ്ന സന്ധ്യ ഉപയോഗിക്കാത്തവരുണ്ട്. പ്രാതസന്ധ്യയും സായാഹ്ന സന്ധ്യയും മാത്രം കിഴിച്ചു കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ നേരം കിഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കുറഞ്ഞു. അപ്പോ ഒരു യാമം 3 മണിക്കൂറാക്കി എടുത്തു. അങ്ങനെ വരുമ്പോ 3 മണിക്ക് തുടങ്ങിയാൽ മതി, 3 മണിക്ക് എഴുന്നേറ്റാൽ മതി. 3 മണിക്ക് എഴുന്നേറ്റ് ശരീരചിന്ത ചെയ്ത് മറ്റേ ശൗചാദികൾ ചെയ്ത് സ്നാനം കഴിഞ്ഞ് അഭ്യംഗം കഴിഞ്ഞ് വ്യായാമം കഴിഞ്ഞ് സ്നാനം കഴിയുമ്പോഴേക്കും 4-4:30 മണിയാവും, 4:15 ആവും. അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വരുമ്പോ 4:30 മണിയാവും. അത്രയേ ഉള്ളൂ. ആ സമയത്ത് എഴുന്നേൽക്കുന്നത് വളരെ വിശേഷമാണ്. അത് കുറച്ച് നമ്മളെ ദൈനംദിന കർമ്മങ്ങള്, വിദ്യാർത്ഥികളാണ് കുറച്ച് നേരത്തെ കഴിക്കാം, വ്യായാമം കമ്മിയാക്കിയിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോ മറ്റ് വിദ്യാർത്ഥികളല്ലാത്തവർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമത്തിന്റെ സമയം കൂട്ടാം. 1 മണിക്കൂർ വ്യായാമം എടുത്ത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് റെഡിയാവാം. അപ്പോഴേക്കും ഒരു 5 മണി കഴിയും. ഇതാണ് ശാസ്ത്രോക്തമായിട്ടുള്ള രീതി, എനിക്കറിയാവുന്ന രീതി, അനുഭവം ഉള്ള രീതി. മനസ്സിലായോ? മനസ്സിലായിണ്ടാവും അല്ലേ? ഉത്തരം മനസ്സിലായോ? ബോധ്യായോ? വളരെ വളരെ വിശദമായിരുന്നു. വളരെ നന്ദി. കോടി പ്രണാം ഡോക്ടർ ജി. വളരെ വളരെ നന്ദി. അത് വിശദമായിരുന്നു, വളരെ നല്ലോണം മനസ്സിലായി. ഇനി എന്താ ഇതിന് വല്ല ചോദ്യങ്ങള്? ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയലാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഈ സ്വസ്ഥോ രക്ഷാർത്ഥമായ നമസ്കാരം ഡോക്ടർ ജി. പറഞ്ഞോളൂ. നമസ്കാരം. ആ സമയത്തിനെ സംബന്ധിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്. എന്റെ പേര് രഞ്ജിനി. ഇപ്പൊ രാത്രി 1 മണിക്ക് എന്നിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞില്ലേ? 1 മണിക്കല്ല, 1 മണിക്ക്. 1 മണി എന്നാണോ പറഞ്ഞത്? രാത്രി 1:30 എന്നിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1:30 2 മണിക്ക് ശേഷം. 1:55 ഉണർന്നാൽ അപ്പണീട്ടിരുന്ന് പഠിക്കല്ല ചെയ്യാം. 1 മണിക്ക് 2 മണിക്ക് മുൻപായിട്ട് 2 മണിക്ക് എഴുന്നേറ്റ് നമ്മളെ ദിനചര്യകൾ ചെയ്യും. പല്ല് തേക്കുക, കക്കൂസ് പോവുക, കുളിക്കുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 3 മണിയാവും. അപ്പോഴാണ് പഠിക്കുക. അപ്പൊ എഴുന്നേറ്റ് ഉടനെ അപ്പൊ എപ്പോഴാ കിടക്കുക? കിടക്കൽ 10 മണിക്ക് കിടക്കും. 10 മണിക്ക്. ഓക്കെ. 4 മണിക്കൂർ വിദ്യാർത്ഥികളെ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. 4 മണിക്കൂർ ധാരാളം. അത് എത്ര വയസ്സ് വരെയാണത്? അങ്ങനെ വയസ്സ് വരെയല്ല, നമ്മള് എന്റെ വിദ്യാഭ്യാസ കാലം മൊത്തം അതാ നല്ലത്. വിദ്യാഭ്യാസ കാലം ചിലപ്പോ ഒരു 90 വയസ്സ് വരെ ആവാം, പറയാൻ പറ്റില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആൾക്കാരുണ്ട്. അല്ല, ഈ വെസ്റ്റേണേഴ്സ് ഒക്കെ പറയണത് 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞ്. അപ്പൊ നേരത്തെ അത് ഈ കുംഭകർണന്മാരുണ്ടാക്കാനാണ്, അലസത, അല്ലാതെ ഒന്നുമല്ല. അങ്ങനെ 8 മണിക്കൂർ കണക്കൊന്നുമില്ല. 8 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ കുറവാ. ഒരു ഡീപ്പ് സ്ലീപ്പ് ഒരു പുരുഷന്റെ വരുന്ന ഒരു 60 മിനിറ്റാണ്. സ്ത്രീകൾക്കുള്ളത് 58 മിനിറ്റ്.
അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം വരും. 8 മണിക്കൂർ ഉറങ്ങണം, 9 മണിക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഈ പട്ടി നായ്ക്കളൊക്കെ ഇല്ലേ എന്നാണ്. ഇപ്പൊ ഒരു ചില സ്കൂളുകളിലൊക്കെ 1 മണിക്ക് ബെല്ലടിച്ച് ഭക്ഷണം കഴിക്കും. 1 മണി 1:55 വരെ വിശക്കില്ല ആൾക്കാർക്ക്. ബെല്ലടിച്ചാൽ മാത്രമേ വിശക്കുള്ളൂ. ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് ബെല്ലടിച്ച അപ്പോഴും വിശക്ക്. അതെന്തുകൊണ്ടാ? നമ്മൾ നിയമനം ചെയ്യണം ഓരോ കാര്യങ്ങളെ. ഇപ്പൊ 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങണം. അപ്പൊ ഈ വൃദ്ധന്മാർക്കും കുട്ടികൾക്കും അങ്ങനെ ആവാം, ഉറങ്ങാം, കുഴപ്പമില്ല. ആ കുട്ടിത്വം വിട്ടാല് വൃദ്ധത്വം ആവുന്നതിന് മുൻപ് ഉള്ള കാര്യങ്ങളാ പറയുന്നത്. സ്വസ്ഥന് ആയുസ്സിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് കുട്ടികള്, ഈ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികള്, പാലും ഭക്ഷണവും കഴിക്കുന്ന കുട്ടികള് ഒരു 6-7 വയസ്സ് വരെ അല്ലെങ്കിൽ 9 വയസ്സ് വരെ എങ്കിലും കൂട്ടാം. 7 വയസ്സാണ് കണക്കാക്കുക. പിന്നെ ആ ഷോഡശാൽ ബാല്യം എന്ന് പറയും. 16 വയസ്സ് വരെയും ബാല്യമായിട്ട് കണക്കാക്കും. പക്ഷെ അതിന്റെ പകുതി 7 വയസ്സ് കഴിഞ്ഞാൽ അവരെ ഈ ദിനചര്യകളെ അനുസരിപ്പിക്കണം. നേരത്തെ എഴുന്നേൽക്കുക, അവര് മറ്റുള്ള കാര്യങ്ങൾ ദിനചര്യകൾ അനുഷ്ഠിച്ചു കൊണ്ടുപോകുക, അത് നിർബന്ധമാണ്. എന്നാലാണ് ആ വിദ്യാഭ്യാസ കാലത്തിൽ അവർക്ക് സ്വാത്വികത കൈവരിക്കുള്ളൂ. 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞുള്ള ആൾക്കാരെ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, അവരുടെ വളർച്ച കണക്കന്നെ. അങ്ങനെയുള്ള ഒരു സ്കെഡ്യൂളില് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുമോ? അങ്ങനെ ഒരു 2 മണി 3 മണി 4 മണിക്ക് എണീക്കുന്ന സ്കെഡ്യൂളില് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുമോ? ഉച്ചക്ക് ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ കിടന്നുറങ്ങരുത്. ആസീന പ്രവിലായുധം, അത് രൂക്ഷത ഉണ്ടാക്കില്ല, അഭിഷേകം ഉണ്ടാക്കില്ല. ഇരുന്നുള്ള ഉറക്കം, ഇരുന്ന് കണ്ണടച്ചിരുന്ന് ഉറങ്ങാൻ പറ്റും എല്ലാവർക്കും. അതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഉറങ്ങിയാൽ ഒരു 2 മണിക്കൂറിന്റെ ഫലം ചെയ്യും. 2 മണിക്കൂർ ഉറക്കത്തിന്റെ ഗുണം ചെയ്യും. ക്ഷീണം വിടും. അത് നിർമ്മാണം ചെയ്യുന്ന ആൾക്കാർ ബാലന്മാർക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും പകൽ ഉറങ്ങാം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്നത് ഒരു ചൂട് പാല് കുടിക്കുന്ന ഒരു ശീലം ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യും. അതെല്ലാവരും ചെയ്യണ്ടോന്നറിയില്ല. അത് നല്ലതാണോ ഈ പാല് കുടിച്ച് കിടക്കുന്നത്? അത് എങ്ങനെ വെച്ചാല്, ആ പാല് കുടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആവാം, ആവശ്യമില്ലെങ്കിൽ വേണ്ട. പാല് സാധാരണ ദ്രാവകമാണല്ലോ, ഒരു ഭക്ഷണമാണ്. അത് വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് കഴിക്കുകയാണെങ്കിൽ ശരിയാണ്. അല്ലാതെ ഒരു ദ്രാവകം കഴിക്കുകയാണ്, ഒരു പൗഷ്ടികമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ആവാം, കുഴപ്പമില്ല. ഒരു തെറ്റ് പറയാനില്ല അതില്. എന്നാൽ അങ്ങനെ ശീലിച്ചുകൂടാന്നാണ് അഭിപ്രായം. ഇപ്പൊ രാത്രി അമിതമായിട്ട് പുളിപ്പുരസം, വൈകുന്നേരത്ത് പുളിപ്പുരസമുള്ള കഴിക്കുകയാണ്, ഒന്നുകൊണ്ടാ നമ്മൾ മുതിര ഉപ്പേരി വെച്ച് കൂട്ടിക്കഴിച്ചു, രസം കൂട്ടി, അവര് പാല് കുടിച്ചാൽ അത് വിരുദ്ധമായി അതിന്റെ മീതെ. അങ്ങനെ കുറെ ഇതുണ്ട്. പാല് കഴിക്കേണ്ട ആവശ്യമുള്ളവരുണ്ട്, ക്ഷീണിച്ച ആൾക്കാര്. അത് പാല് ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാം, ഔഷധ രൂപത്തിൽ ഉപയോഗിക്കാം, ഭക്ഷണ രൂപത്തിലാവരുത്. പുഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കാം, ദേഹപുഷ്ടിക്ക് വേണ്ടി. ഒരു വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞൊരു 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് പാല് കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്ന പാല് അധികം തണുക്കാൻ പാടില്ല, ഒരു ഇളം ചൂടുള്ള പാല് വേണം. അതിന്റെ കൂടെ വേണമെങ്കിൽ വല്ല രസായനങ്ങൾ ഉപയോഗിക്കാം വാതാതപികമായിട്ട്. ഇപ്പോ ത്രിപലയോ ചോനപ്രാശോ മറ്റ് സിംഹരസായനോ ഏതെങ്കിലും രസായനങ്ങൾ ഉപയോഗിക്കാം, ബ്രഹ്മരസായനം ഉപയോഗിക്കാം. എന്നാൽ കുറച്ചും കൂടി ഒരു എനർജി കൂടും നമുക്ക്. ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളതല്ല, അതൊരു ഊർജം കൂട്ടും അങ്ങനെ ചെയ്താല്. അത് തെറ്റ് പറയാൻ പറ്റില്ല. സാധാരണ ഈ പുഷ്ടിയുള്ള ആൾക്കാരും ആ പുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട്, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് രാത്രി പാൽ ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണത്തിലത്തെ കുറവുകൾ നികത്തും. കവോഷ്ണമായിട്ടുള്ള
പാല് അമൃതോപമം എന്നാ പറയാ, അമൃതിന് തുല്യം എന്നാണ് പറയാ. അപ്പൊ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രമേഹമുള്ളവർക്ക് പാടില്ല, ബാക്കിയുള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പറ്റാറില്ല, പക്ഷെ ശനി ഞായർ ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് ഉറക്കം കൂടുതലാണ് പതിവ്. എണ്ണ തേച്ച് കുളിക്കുന്ന അഭ്യംഗമാചരയിൽ നിത്യം എന്നാണ്. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണം എന്നാ പറയണത് ആയുർവേദ. അങ്ങനെ വരുമ്പോ മിതമായ ഉറക്കം കിട്ടും. അപ്പൊ എണ്ണയെ തേക്കാത്ത ഒരു 4-5 ദിവസം എണ്ണ തേച്ചില്ല, ഒരു ദിവസം എണ്ണ തേച്ചാൽ അവർക്ക് ഉറക്കം കൂടും. അത്രേ ഉള്ളൂ. നിത്യം എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ ആ ഉറക്കം യഥാവിധി വരും. ഇതിനെ കുറിച്ച് അടുത്ത ആഴ്ച വിശദമായിട്ട് ക്ലാസ് എടുക്കാം. നിദ്ര, അതിന്റെ അകാല നിദ്ര, അനിദ്ര, എങ്ങനെ വരുന്നു നിദ്ര, എന്താണ് നിദ്ര, ഇതിനെ കുറിച്ച് എടുക്കാം. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഇപ്പൊ ഒരു അനിദ്ര, ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള നിദ്ര, അകാല നിദ്ര കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, അതിനിദ്ര ഉണ്ടാവാനുള്ള കാരണം, ഇതൊക്കെ നമ്മുടെ ദിനചര്യയിൽ ഉള്ള മാറ്റങ്ങളെ കൊണ്ട് വരുന്നതാണ്. ദിനചര്യാദി പ്രോക്ത ആചാര വ്യതിക്രമങ്ങളെ കൊണ്ട് വരുന്നതാണ്. ഡോക്ടർ ജി, നമ്മുടെ കൂടെ 2003 ആയുർവേദ DM പാസ്സായി കുറച്ചു കാലം നമ്മുടെ നാട്ടിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. രജിത ജി എന്നാണ് പേര്, രജിത. അപ്പൊ അവർക്ക് ഇവിടെ ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങാൻ കൊള്ളാം എന്നുണ്ട്. അതിന് താങ്കളുടെ ആശീർവാദം നൽകുക. പിന്നെ രജിതാജിക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചാണ്. നമസ്കാരം സാർ. നമസ്കാരം. പറഞ്ഞോളൂ. 2006 പാസ് ഔട്ട് ആയതാണ്. 2006 എവിടുന്നാണ്? JSS-ലായിരുന്നു. മൈസൂരോ? മൈസൂർ. അപ്പോ ഇപ്പൊ ഇവിടെ ഒഹായോയിലാണ്. ഇപ്പൊ എവിടെയാണ്? ഒഹായോ. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലേ? താല്പര്യമുണ്ട്. അപ്പൊ എപ്പോഴും നമ്മള് ഭാരതത്തിന് വിട്ട് പുറമെ പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മുടെ ശാസ്ത്രം തറവായിരിക്കണം. നമ്മള് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. വെറുതെ ഈ മറ്റേ വെസ്റ്റേൺ രീതിയിലുള്ള ഈ മരുന്നിന്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ. ശാസ്ത്രം ശരിക്ക് മഥനം ചെയ്ത് നമ്മൾ സ്വയം പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും വേണ്ടത്. അങ്ങനെ ശാസ്ത്രം ശരിക്ക് പഠിച്ച ആളാണെങ്കിൽ യാതൊരു വൈഷമ്യം ഉണ്ടാവില്ല. നിങ്ങൾ സർവത്ര വിജയീഭവൻ, എപ്പോഴും വിജയിച്ചിരിക്കും. പരാജയം വീണ്ടില്ല, പരാജയം അടുത്തു വരില്ല. കൃത്യമായി പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് അനുസരിച്ച് ജീവിക്കണം. ഇപ്പൊ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മളത് അനുസരിക്കണം, അത് വെച്ച് ജീവിക്കണം, ജീവിതത്തിൽ പകർത്തണം. നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ എന്താ ഉണ്ടാവുക എന്നത് അറിയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞേ 2 മണിക്ക് മുമ്പ് എഴുന്നേറ്റിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഒരു അറിവ് കിട്ടും. അതിനുവേണ്ടി നമ്മളത് ഉപയോഗിക്കുക, പ്രായോഗികമാക്കി നോക്കുക, നടപ്പിലാക്കി നോക്കുക. എരിവും പുളിയും കുറച്ചാൽ എന്താ ഉണ്ടാവുക, സ്വാത്വികമായിട്ടുള്ള ആഹാരം കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ സ്വയം പരീക്ഷിച്ച് നോക്കുക. ശാസ്ത്രം പഠിച്ചിട്ട് അതിന്റെ വെളിച്ചത്തില്. അപ്പോ എന്താ വേണ്ട വെച്ചാല് ശാസ്ത്രം ശരിക്ക് ബഹുശ്രുതം ശാസ്ത്രം കുറെ കാലം പഠിക്കുക നന്നായിട്ട്. ഒരു BAMS-ഓ MD-ഓ പാസ്സായി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതിനുള്ളൊരു ഇതൊന്നുമില്ല, ഒരു അറിവുണ്ടായിക്കൊള്ളുന്നില്ല പലർക്കും. ഇവിടെ അങ്ങനെ കണ്ടുവരണത്, പുസ്തകം എടുത്തു കൊടുത്താല് ദേവനാഗരി ലിപി വായിക്കാൻ അറിയില്ല. 1-ാമത്തെ അഷ്ടാംഗത്തിന്റെ തുടക്കത്തെ ശ്ലോകല്ലേ, രാഗാതിരോഗാൻ സർദാനുഷക്താൻ അശേഷകായ പ്രസദാൻ അശേഷാൻ ഔത്സുക്യമോ ഹാരിതാൻ ജഘാന യോ അപൂർവ വിദ്യായ നമോസ്തു. ഇതിന്റെ അർത്ഥം അറിയാത്തവരാണ്.
അത് നോക്കി വായിക്കാൻ അറിയാത്തവരുണ്ട്. അപ്പൊ നിത്യം നിങ്ങൾ അഭ്യസിക്കുക. എന്താണ്? അഭ്യാസാത് പ്രാപ്യതേ ദൃഷ്ടി, കർമ്മസിദ്ധി പ്രകാശിനി. ഇതൊക്കെ വാഗ്ബടം പറഞ്ഞിട്ടുള്ളതാണ്. ജ്ഞാനാംശേന നഹി ജ്ഞാനം കൃഷ്ണേ ജ്ഞേയേ പ്രവർത്തതേ ബുഭുത്സേത വിഷക്തസ്മാൽ തത്വം തന്ത്രാനുശീലനാൽ. ഇതൊക്കെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. നമ്മള് ബുഭുത്സേത വിഷക്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വൈദ്യൻ, അതായത് വൈദ്യവൃത്തി കൈകാര്യം ചെയ്യുന്ന ആള് എല്ലാ ഗ്രന്ഥങ്ങളും അനവധി പ്രാവശ്യം വായിച്ച് കേൾക്കണം, ബഹുശ്രുതം കേൾക്കണം. നമ്മൾ വായിച്ച് നമ്മുടെ വായിക്കൂടെ വന്ന ശബ്ദം നമ്മുടെ ചെവി കൂടെ കേട്ട് നമ്മൾ നിർവൃതിയാവണം. ആണ് ബഹുശ്രുതം ശാസ്ത്രം. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യാനുള്ളത്, പുസ്തകങ്ങളൊക്കെ ഇല്ലേ കയ്യില്? ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും രാവിലെ 5 മണി, ഉദയത്തിന് മുമ്പ് ഒരു 3 മണിക്കൂറെങ്കിലും വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക. ഒരു 3 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ വായിക്കാലോ. 3 മണിക്ക് എഴുന്നേറ്റോടൊന്ന് വായിക്കരുത്. എഴുന്നേറ്റ് ദിനചര്യ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടേ വായിക്കാവൂ. കൈയും കാലും മുഖം കഴുകിയാൽ പോരാ. അത് ഏത് കൊടും തണുപ്പിലാണെങ്കിലും അത് വിദ്യാർത്ഥി ലക്ഷണമാണ്. അപ്പൊ അവിടെ നമ്മൾ 2 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യകൾ കഴിഞ്ഞ് ഒരു 3 മണിക്ക് അതിന്റെ കുളിയും കഴിഞ്ഞ് വേണമെങ്കിൽ ലേശം ചൂടുള്ള വെള്ളമോ വല്ലതും കുടിച്ചോളൂ, കാപ്പിയോ വല്ലതും കുടിച്ചോളൂ ദാഹം ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിരുന്ന് വായിക്കാൻ തുടങ്ങുക. 3 മണി മുതൽ 3, 4, 5, 6 മണി വരെ, അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് വരെ ഇരുന്ന് പഠിക്കുക. വായിച്ചു തന്നെ വായിക്കുക. അങ്ങനെ ഒരു 10-41 ദിവസം വായിച്ചു കഴിഞ്ഞിട്ട് സിദ്ധി വരുത്തുക. അർത്ഥം മുഴുവൻ പതുക്കെ പിന്നെ മനസ്സിലായിക്കോളും. സിദ്ധി വരുത്തുക. എന്നതിന് ശേഷം തുടങ്ങും. ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങിയ? ഇല്ല, തുടങ്ങിയില്ല. അപ്പൊ 14 കൊല്ലം എന്താ വെറുതെ ഇരിക്കുകയെന്ന്? അല്ല, ഞാൻ മൈസൂരിൽ കേരളത്തിൽ കുറെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല. ഗവൺമെന്റ് ചെയ്തോണ്ടിരുന്നു. പിന്നെ മൈസൂരിലേക്ക് ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ പോയിരുന്നു. അത് ഗവൺമെന്റ് ജോലിയായിട്ടോ? ജോലിയായിട്ടല്ല, ഡെയിലി വേജസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരുന്നു. പിന്നെ കേരളത്തില് വയനാട്ടിലായിരുന്നു സാറേ. വയനാട് കൽപ്പറ്റ. കൽപ്പറ്റയില് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിനോദ് ബാബു. സാറിന്റെ അടുത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഒപ്പം പഠിച്ച ആളാണ്. ഒരേ ക്ലാസ് 5 കൊല്ലം. പിന്നെ അവിടെ വേറൊരുത്തണ്ടായിരുന്നു, ഒരു ജേക്കബ്, ഒരു തൃശ്ശൂർക്കാരൻ. ഡോക്ടർ വിനോദ് ബാബു ഡോക്ടറെ വൈഫും ആയുർവേദ ഡോക്ടറാണല്ലോ അവിടെ. ആരുടെ? ജീജ. അതെ. അവിടെ ഒരു ആശുപത്രി ഞാൻ ആ ഭാഗത്തെ എല്ലാ ഭാഗത്തും പോയിട്ടുള്ളതാണ്. മൊബൈൽ ഡിസ്പെൻസറി ഉണ്ടേ. ഒരു മൊബൈൽ ഡിസ്പെൻസറി ഉണ്ട് നൂൽപ്പുഴ വരെ ഉള്ള മൈസൂർ റോട്ടില്. ഞാൻ പാസ് ഔട്ട് ആയപ്പോ വിനോദ് ബാബു ഡോക്ടറെ അടുത്തായിരുന്നു സാറ് പ്രാക്ടീസിന് ഇരുന്നത്. ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അടുത്തായിരുന്നു ഇരുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുമ്പോ അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടാവൂലോ? കണ്ടിട്ടുണ്ടാവും. ഞാൻ മിക്ക കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ആ വഴിക്ക് വരാറുണ്ട്. കൊല്ലത്തില് 1 പ്രാവശ്യം എന്തായാലും വരും. ഈ പണ്ട് കാലത്ത് തേന, നെല്ലിക്ക ഒക്കെ മറ്റേ ബത്തേരി ബത്തേരി വാങ്ങുക. നല്ല തേൻ കിട്ടും പണ്ട് കാലത്തൊക്കെ. നെല്ലിക്കയും കിട്ടും, നല്ല കാട്ടുനെല്ലി. ഇവിടെ കിട്ടുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ അവിടെ കിട്ടും. നല്ല ചുക്ക് കിട്ടും, കുരുമുളക് കിട്ടും. അതൊക്കെ വാങ്ങിക്കാറ്. ഇപ്പൊ തേനൊക്കെ അവിടെ മായം തുടങ്ങി, കള്ളത്തരം ചെയ്യാൻ. വിനോദ് ബാബുവിനോട് എന്താ പേര്? രജിത. രജിത അല്ലേ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ജോലി കിട്ടിയത്, അവന് റിസൈൻ ചെയ്തു, ഞാൻ റിസൈൻ ചെയ്തു. സർക്കാർ ജോലി, ഇതിന്റെ ടീച്ചറെ ജോലി. അവൻ പോയിട്ട് ഒരു കൊല്ലം തൃപ്പൂണിത്തറ ജോലി ചെയ്തു.
ഞാനത് എൻ്റെ അഡ്വൈസ് മെമ്മോ കിട്ടിയപ്പോ തന്നെ ഒഴിവാക്കി. അത് വളരെ പണ്ട് 84-ലൊക്കെ 83 അന്ന് ട്യൂട്ടറാവുക എന്ന് പറഞ്ഞ തിരുവനന്തപുരം തൃപ്പൂണിത്തുറ കോളേജിലേ. അയാള് കുറച്ചു കാലം തൃപ്പൂണിത്തുറയിൽ ജോലി ചെയ്തു. പിന്നെ മെഡിക്കൽ ഓഫീസറായി ഗവൺമെന്റ് സർവീസിൽ വന്നപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോന്നു. മറ്റേ തിരുവനന്തപുരം തൃപ്പൂണിത്തുറയായിട്ട് ജീവിതം അവസാനിക്കേ. ഞാനും മെഡിക്കൽ ഓഫീസറായിട്ട് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തത്. ഗവൺമെന്റ് സർവീസിലായിരുന്നു, CMO. ഞാൻ പിന്നെ കുറെ കാലം ലീവൊക്കെ ആയിട്ട് സർവീസ് ബ്രേക്ക് ഒക്കെ ആയിട്ട് ഓൾ ഇന്ത്യ ടൂർ നടത്തിയിട്ട് അനവധി പ്രാവശ്യം നടത്തി. രസായനത്തിന് വേണ്ടിയിട്ട്, കായകൽപ്പത്തിന് വേണ്ടിയിട്ട്. രസായനക്കുടി ഉണ്ട് ഇവിടെ. അപ്പൊ ഒരു കൊല്ലത്തിൽ 1-2 പ്രാവശ്യം മാസങ്ങള്. അപ്പൊ അത് ലോസ് ഓഫ് പേ ലീവ് ഒക്കെ എടുത്തിട്ടാ യാത്ര. ലോസ് ഓഫ് പേ ലീവ് എടുത്തിട്ടാ What is that? I want to see the moon. You saw it, right? No, I want to see it. You cannot see it? അപ്പൊ ശരിക്കും കൃത്യമായിട്ട് പഠിക്കൂ. ശരി സാർ. അപ്പൊ അവിടെ എത്തിയിട്ട് എത്ര കാലായി? ഇവിടെ ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. കൃത്യമായിട്ട് പഠിക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ശരി, താങ്ക് യു സാർ. അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. പഠിച്ചിട്ട് കുറെ കാലം അറിയാവുന്ന. ഡോക്ടർ ജി, ഈ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിപ്പോ കിഴങ്ങാവണമെന്നില്ല, ജിഞ്ചർ ആവാം, പിന്നെ മറ്റുള്ള കാര്യങ്ങളാവാം. ഭൂമിയുടെ അടിയിൽ വളരുന്നതിന്റെ പ്രത്യേകതകൾ എന്താ? അത് പൊതുവേ അത് ഈ പുഷ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാ എല്ലാം. ഇപ്പൊ ചേന പുഷ്ടി ഉണ്ടാക്കുന്നതാണ്. അത് സ്റ്റെം മോഡിഫിക്കേഷൻ ആയാലും കിഴങ്ങായാലും, അതുപോലെ നമ്മൾ ടാപ്പിയോക്ക പുഷ്ടി ഉണ്ടാക്കുന്നതാണ്, ഭക്ഷണത്തിന് ബദലാണ്. ഇഞ്ചി, മഞ്ഞള്, ഇതൊക്കെ വളരെ, മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷഹാരമായിട്ടുള്ള സാധനമാണ്. ഇഞ്ചി രുചികരമായിട്ടുള്ളതാണ്. എരിവുരസിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എരിവുരസിൽ ഏറ്റവും ഉയർന്ന സാധനമാണ് ഇഞ്ചി. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദ്രവ്യം ആണ്. അപ്പോ ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന എല്ലാം തന്നെ ജലം ഭൂമിയുടെ അടിയിലാണ് ഉണ്ടാവുക. നമ്മള് മഴവെള്ളം സംഭരിച്ചാൽ തന്നെ അത് സാധാരണ ജലം ഉണ്ടല്ലോ, കിണറിലൊക്കെ ഉണ്ടാവുന്ന ജലങ്ങള്, അത് ഭൂമിയുടെ അടിയിലാണല്ലോ ഉണ്ടായിട്ട് വരുന്നത്. എന്നിട്ട് വെയിൽ കൊള്ളിക്കല്ലേ ചെയ്യുന്നത്. അതേപോലെ ഭൂമി ഇല്ലാതെ, പൃഥ്വി ഇല്ലാണ്ട് നമുക്ക് നിലനിൽപ്പേ ഇല്ല. ഭൂമി അവിടെ ഷ്മാം അധിഷ്ഠായ ജായതേ, അധിഷ്ഠാനം ഭൂമിയാണ് എല്ലാറ്റിനും. മനുഷ്യന്റെ സമസ്ത ജീവജാലങ്ങൾക്കും ഭൂമിയാണ് അവരുടെ അമ്മയും അധിഷ്ഠാനം. അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൃഥ്വി, പഞ്ചഭൂത സിദ്ധാന്തത്തില് പൃഥ്വി ഭൂതം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു വാസന അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യം വേണം. ഇപ്പൊ ഭൂമിയുടെ അടിയിലുണ്ടാവുന്ന സാധനം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അത് ചില അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പൊട്ടറ്റോ, നമ്മള് ഉരുളക്കിഴങ്ങ്, അത് കഴിക്കാത്തവര്. പൊതുവെ ഭൂമി അടിയിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ വളരെ ഈ ദഹിക്കാൻ പ്രയാസമുള്ളതാണെന്ന് പറയാം. പക്ഷെ ഇഞ്ചി അങ്ങനെയല്ലല്ലോ. 2 തരത്തിലുണ്ടേ. ഭൂമിയുടെ അടിയിലുണ്ടാവുന്നത്, ഭൂമിയുടെ അടിയിലേക്ക് വേരോടി പോകുന്നുണ്ട്. ഇപ്പൊ കാച്ചിൽ അടിയിലേക്ക് വേരോടി പോകും. ടാപ്പിയൊക്കെ അടിയിലേക്ക് വേരോടി പോകും. പക്ഷെ ഭൂമിയിൽ കുഴിച്ചിട്ട മേപ്പട്ട് വളരുന്ന ചെടികളാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത്. ഇപ്പൊ ഇഞ്ചി ഭൂമിയിൽ കുഴിച്ചിട്ട മേപ്പട്ട വളരും, അടിയിലേക്കല്ല പോവുക. മഞ്ഞള് മേപ്പട്ട് വളരും. ചേന ഒത്തു കുഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് അടുത്തുണ്ടാവുക, അടിയിലേക്കല്ല പോവുക, മുകളിലേക്കാ വരിക. അപ്പൊ അങ്ങനെ 2 തരമായിട്ട് തിരിക്കാൻ പറ്റും ഭൂമിയിൽ ഉണ്ടാവുന്ന ഭക്ഷ്യങ്ങളെ. അടിയിലേക്ക് പോകുന്നതും മുകളിലേക്ക് വരുന്നതും. പിന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് എല്ലാം വലിച്ചെടുത്ത് മുകളിൽ കായ ഉണ്ടാവുന്ന സാധനങ്ങൾ, നെല്ല്, ധാന്യങ്ങളെല്ലാം. ഭൂമി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാവില്ലല്ലോ, വെജിറ്റബിൾസ് ഒക്കെ. അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു, മുകളിലേക്ക് വരുന്നു. ഭൂമിയാണ് എല്ലാറ്റിനും അധിഷ്ഠാനം. ഭൂമിയുടെ അടിയിലുണ്ടാവുന്ന, ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത് കാവത്ത്, മറ്റു വേര്, റൂട്ട് മോഡിഫിക്കേഷൻസ് എന്ന് പറയും. അതെല്ലാം
പൗഷ്ടികമാണ്, ഹെവിയാണ്, ഗുരുവാണ്. ഭൂമിയിൽ നിന്ന് മണ്ണിൽ കുഴിച്ചിട്ട് മേപ്പോട്ട് വരുന്നതൊക്കെ ലഘുവാണ്, മേൽപോട്ട് പോകുന്നത്. അഗ്നിഭാവനോൽക്കടമാണ്. അധോഗാമിച്ച ഭൂയിഷ്ടം ഭൂമി തോയ ഗുണാധികം ഊർദ്ധഗമം ദ്രവ്യമൂർദ്ധഗമം തത്ര പ്രായോ അഗ്നിഭവനോൽക്കടം. അഗ്നി ആണ് ഈ വിശപ്പുണ്ടാക്കുന്നതാണ്, ദഹനം ഉണ്ടാക്കുന്നതാണ് എൻജി. അഗ്നിഭവനോൽക്കടമായിട്ടുള്ള ദോഷങ്ങള് ഈ പഞ്ചഭൂതങ്ങൾക്കാണ് അതിന്റെ കാര്യം. അത് 9ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? വ്യക്തായോ? അതെ അതെ, വളരെ വളരെ വ്യക്തമായി. വളരെ നന്ദി, താങ്ക് യു. മലത്തിയോ എല്ലാരും പോയാ? അതെ. വലിയൊരു ഉരുളി വാർത്തിട്ടുണ്ട് ഇന്നലെ. അപ്പൊ അത് മലത്തിടുകയാണെന്ന്, അതിന് മോൾഡ് പൊട്ടിക്കാനായിട്ട് രാവിലെ മുതൽ ചൂടാറിയിട്ട്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ ഉരുളിയിൽ കുക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താ? ഉരുളി പഞ്ചലോഹമാണ്, അതിൽ ബ്രോൺസ് ഉണ്ട്. അതില് അതിന്റെ റിയാക്ഷൻ ഉണ്ടാവില്ല മറ്റു രസങ്ങളായിട്ട്. വേഗം തിളയ്ക്കും, അല്ല തിളയ്ക്കാൻ സമയം എടുത്താലും കുറെ സമയം തിളയ്ക്കും, വേഗം വറ്റും, ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പൊ ഒരു ഓട്ടുപാത്രത്തില് നമ്മൾ ആഹാരം പാകം ചെയ്താലും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൽ ആഹാരം പാകം ചെയ്താലും രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഒരു ഓടിന്റെ ഗ്ലാസ്സില്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്ലാസ്സില്, കുപ്പി ഗ്ലാസ്സില് നമ്മൾ കുടിക്കുന്ന ജലം എടുത്തു വെക്കുക, 15 സെക്കൻഡ് കൊണ്ട് അതിന്റെ ടേസ്റ്റിന് വേരിയേഷൻ വരും. ശ്രദ്ധിച്ചു നോക്കിയാൽ, പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും. ഓടിന്റെയും പിച്ചളടിയും ഗ്ലാസ് എടുക്കുക, അത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വെള്ളി ഗ്ലാസ് എടുക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡുകൾ എടുക്കാം, 202 ഗ്രേഡുകൾ എടുക്കാം. 2 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, ക്രോമിയം പ്ലേറ്റ് ചെയ്തത്. നല്ല ഫുഡ് ഗ്രേഡ് 304 ആൻഡ് എബോവ് ആണ്. അപ്പൊ അതിലൊക്കെ എടുത്ത് സാധാരണ ജലം എടുത്തു വെച്ചിട്ട് ഒരു അര മിനിറ്റിന്റെ മുൻപ് തന്നെ ചേഞ്ച് വരും, ടേസ്റ്റിന്, മണത്തിന് വ്യത്യാസം വരും. ശുദ്ധജലത്തിന്, തിളപ്പിച്ച ജലത്തിന് പ്രത്യേകിച്ച് അറിയാനും പറ്റും. അപ്പോ നമുക്ക് ഉപയോഗയോഗ്യമായത് ഫുഡ് ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലും മൺപാത്രങ്ങളും പിന്നെ ഓട്ടുപാത്രങ്ങളുമാണ്. ബുദ്ധിശക്തി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഓട്ടുപാത്രം ഗ്യാസിൽ വെക്കാൻ പറ്റുമോ? ഓട്ടുപാത്രം ഗ്യാസിൽ വെക്കാൻ പറ്റുമോ? ഇവിടെ വലിയ ചരക്കുകൾ അടക്കം വെക്കുന്നത് ഗ്യാസിലാണ്. ഓ ഓക്കെ. LPG ഉപയോഗിക്കണം. ഓ ഓക്കെ, താങ്ക് യു. തണുപ്പ് കാലം ആകുമ്പോഴേ നമ്മുടെ കാലിന്റെ വെള്ളയ്ക്ക് തൊലി ഇങ്ങനെ ഇളകി വരുന്നുണ്ട്, കാലിന്റെ വിരലിന്റെ ഒക്കെ ഇടയ്ക്ക് തണുപ്പ് സമയമാകുമ്പോഴേ. അതായത് പ്രത്യേക റീസൺ, മെഡിക്കൽ റീസൺ കൊണ്ടാണോ അതോ എന്താണ് അതിന്റെ പ്രതിവിധി? അത് കാലിന്റെ അടിയിൽ നിത്യം എണ്ണ തേച്ച് കുളിച്ചാൽ മാറും. അതെ, നല്ലെണ്ണ തേച്ച് കുളിച്ചാൽ മാറിക്കോളും. എള്ളെണ്ണ. അതെ. കടുകെണ്ണയോ? കടുകെണ്ണ വേണ്ട. അതെ, എള്ളെണ്ണ മതി. ഞാൻ സാറ് കടുകെണ്ണ തേക്കാറുണ്ട് പലപ്പോഴും. കടുകെണ്ണ ആകുമ്പോൾ ഡ്രൈനെസ് കൂടും, എള്ളെണ്ണ മതി. മറ്റേ റീസൺ ഒന്നുമല്ല, മെഡിക്കൽ റീസൺ ഒന്നും അല്ലാതെ വേറൊന്നും അല്ലല്ല. അത് തൊലി അടന്നു ഒരു വിപാതികാവുന്ന രോഗം ഉണ്ട്, അങ്ങനത്തെ ജാസ്തി പൊട്ടി ചോരയൊക്കെ വരും. ഇല്ല, അങ്ങനെ അതൊന്നും ഇല്ല, ജസ്റ്റ് ട്രൈ ആവുന്നില്ല, ട്രൈ ആയിട്ട്. അപ്പൊ നല്ല തേച്ചാ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വ്യത്യാസം വരും. അതെ, ഇപ്പൊ തേച്ചിട്ട് രാവിലേക്ക് നോക്കൂ, എങ്ങനെ ഉണ്ടാവും അറിയാലോ. അത് ചൂടാക്കിയതും വേണ്ട,